കാബയുടെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരനായി ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിൻ സൈനുലാബിദ്ദീൻ അൽ ഷൈബിയെ തെരഞ്ഞെടുത്തു. നിലവിലെ താക്കോൽ സൂക്ഷിപ്പുകാരൻ മരിച്ച സാഹചര്യത്തിലാണിത്. താക്കോൽ കൂട്ടം പുതിയ മേധാവിക്ക് കൈമാറി. പ്രവാചകനാണ് അൽ ഷൈബി കുടുംബത്തിന് താക്കോൽ കൈമാറിയിരുന്നത്. ഈ കുടുംബമാണ് താക്കോൽ സൂക്ഷിപ്പുകാരനെ നിശ്ചയിക്കാറുള്ളത്. മക്കയിൽ വെച്ച് നടന്ന ഔപചാരിക ചടങ്ങിലാണ് താക്കോൽ കൂട്ടം ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബിക്ക് കൈമാറിയത്. കാബയുടെ പ്രധാന വാതിൽ, മേൽക്കൂരയിലേക്കുള്ള വാതിൽ, കാബയുടെ അകത്തുള്ള പെട്ടി, മഖാമു ഇബ്രാഹിം എന്നിവയുടെ താക്കോലാണ് കൈമാറിയത്. മഖാമു ഇബ്രാഹിമിന്റെ സ്ക്രൂ ഡ്രൈവറും ഇതോടൊപ്പം കൈമാറി. താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന അൽ ഷൈബി കുടുംബത്തിലെ മുതിർന്ന അംഗം ഷെയ്ഖ് സ്വാലിഹ് അൽ ഷൈബി അന്തരിച്ച സാഹചര്യത്തിലാണ് പുതിയ സൂക്ഷിപ്പുകാരനെ തിരഞ്ഞെടുത്തത്. കാബ തുറക്കലും അടക്കലും, ശുചീകരണം, കിസ്വാണീക്കൽ, കാബക്കകത്തേക്ക് സന്ദർശകരെ സ്വീകരിക്കൽ തുടങ്ങിയവയെല്ലാം സംരക്ഷകന്റെ ചുമതലയാണ്. للقيام بالعمل وفي ظل حكومة خادم الحرمين الشريفين الملك سلمان وولي عهده الأمير محمد بن سلمان. പ്രവാചകൻ മുഹമ്മദ് നബിയാണ് മക്ക കീഴടക്കിയ ശേഷം കാബയുടെ താക്കോൽ കൂട്ടം അതിന്റെ പരമ്പരാഗത സംരക്ഷകരായിരുന്ന അൽ ഷൈബി കുടുംബത്തിന് തിരിച്ചേൽപ്പിക്കുന്നത്. ഒരു അക്രമി മാത്രമേ അവരിൽ നിന്ന് താക്കോൽ പിടിച്ചെടുക്കൂ എന്ന് പ്രവാചകന്റെ വാക്കുകളുണ്ട്. അതിനാൽ ഈ കുടുംബമല്ലാത്ത മറ്റാരും ഇന്നോളം കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടില്ല. ഈ വർഷം നടക്കുന്ന കാബ കഴുകൽ ചടങ്ങിന് അത് തുറന്നു നൽകുക ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷൈബി ആയിരിക്കും. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.